നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മതേതര കേരളത്തിന് അപമാനകരമായ ഒരു നീക്കം കഴിഞ്ഞ ദിവസം പാലക്കാട് ചിറ്റൂരിൽ ഉണ്ടായത് നമ്മൾ കണ്ടു. നിങ്ങൾ ഓർക്കുന്നുമുണ്ടാകും. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ VHP പ്രവർത്തകർക്ക് മറുപടിയായി ഇന്ന് യുവജന സംഘടനകൾ നല്ലേപ്പള്ളിയിൽ സൗഹൃദ കാരൽ സംഘടിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത തത്തമംഗലത്തും സ്കൂളിലെ പുൽക്കൂട് തകർക്കപ്പെട്ട സംഭവമുണ്ടായി. സംഭവത്തെ ഗൗരവത്തിൽ കാണുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കേസ് ഒന്നിച്ചന്വേഷിക്കും എന്നുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നോർക്കണം. നല്ലേപ്പള്ളിയിലെയും തത്തമംഗലത്തെയും സംഭവങ്ങൾ കേരളം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ആർക്കാണ് കുട്ടികളുടെ ആഘോഷങ്ങൾ തകർക്കാൻ അതിനോട് ഇത്ര വലിയ അസഹിഷ്ണുതയെന്ന് ഗൗരവത്തിൽ ഉയരേണ്ട ചോദ്യമാണ്. തത്തമംഗലം GBUP സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുട്ടികൾ സ്ഥാപിച്ച പുൽക്കൂടാണ് അജ്ഞാതർ തകർത്തത്. ജനലിനുള്ളിലൂടെ വലിയ കമ്പുപയോഗിച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് അജ്ഞാതർ അവരുടെ അസഹിഷ്ണുത തീർത്തത്. ജില്ലാ പോലീസ് മേധാവിയും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. മതസാഹോദര്യം തകർക്കാനുള്ള നീക്കമെന്ന് സ്കൂൾ സന്ദർശിച്ച ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നല്ലേപ്പള്ളി തത്തമംഗലം സംഭവങ്ങൾക്ക് പിന്നിൽ ഒരേ സംഘമായിരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. പ്രത്യേക സംഘത്തിനെ അന്വേഷിക്കും. രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ വിളിച്ച് സ്കൂളിലെ സാഹചര്യം അന്വേഷിച്ചു. ഹലോ, ഞാൻ വിളിച്ചത് ഞാൻ ഈ ചിറ്റൂരിൽ 2 സ്ഥലത്ത് ഈ പുലിക്കൂടുകൾ നമ്മുടെ ക്രിസ്മസ് ഒരു ആഘോഷത്തിനെയൊക്കെ തകർത്തിട്ടുണ്ട്. മിനിഞ്ഞാന്നൊന്ന് തകർത്തു, ഇന്നലെയൊന്ന് തകർത്തു. CM ആയിട്ട് സംസാരിച്ചതാണ്. സ്കൂളിൽ പോലീസ് എത്തി പരിശോധന നടത്തി. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. പോലീസ് സയന്റിഫിക് ഉദ്യോഗസ്ഥന്മാരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ചിറ്റൂർ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണം. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പോസിബിലിറ്റീസ് ഞങ്ങൾ പരിശോധിച്ചിട്ട് നല്ല അന്വേഷണ കേസ് നടത്തും. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ മുടക്കിയ ക്രിസ്മസ് ആഘോഷത്തിന് പിന്നാലെ നല്ലേപ്പള്ളിയിൽ ആഘോഷങ്ങളുടെ പെരുമഴയാണ്. DYFI സൗഹൃദ കാരൽ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് മാട്ടുമന്ത ജംഗ്ഷനിൽ സമാപിച്ചു. വഴിനീളെ മധുരം വിളമ്പി യൂത്ത് കോൺഗ്രസും സൗഹൃദ കാരൽ സംഘടിപ്പിച്ചു. സ്കൂളിനകത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വർഗീയതയുടെ വിഷവിത്തുക്കളുമായി കടന്നു ചെന്ന VHP ഇവിടെ ക്രിസ്മസ് നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വർഗീയത്തിൻ്റെ വിത്ത് കേരളത്തിൽ വില പോകില്ല എന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സംഭവത്തിന് പിന്നിൽ BJP നേതൃത്വമെന്ന ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യർ സാമുദായിക സൗഹാർദ്ദം തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് തുറന്നടിച്ചു. BJPയുടെ ഭാരവാഹികളായിരുന്ന BJPയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കാരൽ തടയാനുണ്ടായിട്ടില്ലെന്നും സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ക്രിസ്മസ് കാരൽ തടഞ്ഞ സംഭവത്തെ തള്ളി V. മുരളീധരനും രംഗത്തെത്തി. BJPക്കാർ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും പ്രധാനമന്ത്രി പോലും ഇന്ന് CBCIയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും V. മുരളീധരൻ. BJP വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രിസ്തീയ സഭ മനസ്സിലാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ആഘോഷം തടഞ്ഞ VHP പ്രവർത്തകരെ ഇതുവരെ ജില്ലാ BJP നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ അധ്യാപക സംഘടനയും CPIഎമ്മുകാരനായ PTA പ്രസിഡന്റും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് നല്ലേപ്പള്ളിയിൽ നടന്നതെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. സമാന സംഭവം ആലപ്പുഴ മുതുകുളത്തുമുണ്ടായി. ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്ന പാസ്റ്റർമാരെ RSS നേതാവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. RSS നിലപാടിൽ പ്രതിഷേധിച്ച് DYFI മുതുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടത്തുമുക്ക് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമവും കാരളും സംഘടിപ്പിച്ചു. ക്രിസ്തുമസ് ആഘോഷം വിലക്കിയ VHP പ്രവർത്തകരെ BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇതിനോടകം തള്ളിപ്പറഞ്ഞിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെ പാലക്കാട് ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയുന്നതിൽ എന്തിനാണ് ഇത്ര വിമുഖത? രാജീവ് സുദേവിനൊപ്പം തത്തമംഗലത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.
ഇതെന്താണ് സുഹൃത്തുക്കളെ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ജോസ്ഫിൻ ജോസഫ് പറയുന്നത് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതേ ജോസ്ഫിൻ, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷമാണെങ്കിലും ഓണമാണെങ്കിലും ബക്രീദ് ആണെങ്കിലും ഒക്കെ ആഘോഷം എന്ന നിലയിൽ അതൊരു മതനിരപേക്ഷ സ്വഭാവത്തിൽ, മതേതര സ്വഭാവത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൊണ്ടാടിയിരുന്നത്. അവിടെ നമ്മളെല്ലാം ഇണക്കി ചേർത്തിരുന്നത് മലയാളി എന്ന വികാരമാണ്. കേരളത്തിലുള്ളവർ, ഒരു ഭാഷ സംസാരിക്കുന്നവർ, ഒരു സംസ്കാരം പങ്കിടുന്നവർ, ഒരേ പൈതൃകം പങ്കിടുന്നവർ എന്നൊക്കെയുള്ള നല്ല മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അതിന് തുരങ്കം വയ്ക്കുന്ന, അതിൽ വിഷം കലർത്തുന്ന ആളുകൾ ആരാണെങ്കിലും, സംഘടനകൾ ആരാണെങ്കിലും, പ്രത്യയശാസ്ത്രം ഏതാണെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. വ്യക്തിപരം ആയി തന്നെ നമുക്ക് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. അതിന് മുന്നിട്ടിറങ്ങാനുള്ള ഉത്തരവാദിത്വം ഉത്തമരായ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സമയമായി. അടിക്കേണ്ട ഇടവേളകൾ വരുന്നുണ്ട്. ക്രിസ്മസ് കാലമാണ്, കൂടുതൽ പരസ്യങ്ങളുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. തിരികെ വരാം വൈകാതെ.